Welcome all. Today we are going to discuss about Legendre Differential Equation. നമ്മൾ ഇന്ന് മോഡ്യൂൾ 4 തുടങ്ങുകയാണ്. ഇപ്പോൾ മോഡ്യൂൾ 4 നമ്മൾ ഇന്ന് Legendre Differential Equation ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത് നമ്മൾ മോഡ്യൂൾ 4ലും 5ലും ഒക്കെ 4 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് Legendre Differential Equation, 2 ബെസൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, 3 ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതുപോലെ ലാസ്റ്റ് വൺ ലാഗർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ 4 ഡിഫറൻഷ്യൽ ഇക്വേഷനും എഴുതുന്ന രീതി നമ്മൾ കാണാതെ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ എഴുതുന്ന രീതി നമ്മൾ തീർച്ചയായിട്ടും ഓർത്ത് വെച്ചേക്കുക. അത് തന്നെ പലപ്പോഴും ചെറിയ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. എനിവേ നമ്മൾ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തുടങ്ങാം. ഏറ്റവും ആദ്യം പറയേണ്ടത് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുന്നത് 1 മൈനസ് എക്സ് സ്ക്വയർ വൈ ഡബിൾ പ്രൈം മൈനസ് 2x വൈ പ്രൈം പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 വൈ ഈക്വൽ ടു 0 എന്നാണ്. ഇനി നമ്മൾ ഫൊർബീനിയസ് മെത്തേഡ് എന്ന് പറയും. ഇതുപോലെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനൊക്കെ ഒരു സീരീസ് സൊല്യൂഷൻ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അങ്ങനെ എടുക്കുന്ന സീരീസ് സൊല്യൂഷനാണ് ഇവിടെ കാണുന്നത്. y ഈസ് ഈക്വൽ ടു സിഗ്മ എ ആർ എക്സ് റൈസ് ടു കെ മൈനസ് ആർ. ഇത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ ഈ y എന്ന് പറയുന്നത് പി എൻ എക്സ് എന്ന് കിട്ടും. അതിനെ ലെജൻഡർ ഫംഗ്ഷൻ എന്നോ ലെജൻഡർ പോളിനോമിയൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്നാണ് വിളിക്കുന്നത്. അത് കിട്ടാൻ പോകുന്നത് പി എൻ എക്സ് എന്ന് പറയുന്നത് 1 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 2n minus 1 etc. up to 2n minus 1 by n factorial into x raised to n minus n into n minus 1 by 2 into 2n minus 1 x raised to n minus 2 plus n into n minus 1 into n minus 2 into n minus 3 by 2 into 4 into 2n minus 1 2n minus 3 x raised to n minus 4. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ടേം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം ഇതിന്റെ പാറ്റേൺ മനസ്സിലായി കഴിഞ്ഞാൽ തൊട്ടടുത്ത ടേം എന്താണെന്ന് കൂടെ ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ നിങ്ങൾ എഴുതി നോക്കുക, ആറാമത്തെ ടേം എന്തായിരിക്കും, നെക്സ്റ്റ് ടേം ഫോർത്ത് ടേം എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഈ പാറ്റേൺ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം ഒരിക്കൽ കൂടെ പറയാം, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പഠിക്കുക. അപ്പോൾ നേരത്തെ എഴുതിയ ഈ y ഡബിൾ പ്രൈം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. y പ്രൈം എന്താണ്, ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പം 1 മൈനസ് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 2x ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 വൈ ഈക്വൽ ടു 0 എന്ന് ഉള്ള ഇക്വേഷനെ നമുക്ക് വേറൊരു പാറ്റേണിൽ എഴുതാൻ സാധിക്കും. അതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 വൈ ഈക്വൽ ടു 0. ഇനി ഫോർബീനിയസ് മെത്തേഡിൽ പറയുന്ന പോലെ ഒരു സീരീസ് സൊല്യൂഷൻ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുകയാണ്. ആ സീരീസ് സൊല്യൂഷൻ എഴുതുന്നത് സിഗ്മ ആർ കംസ് ആർ 0 ടു ഇൻഫിനിറ്റി എ ആർ എക്സ് റൈസ് ടു കെ മൈനസ് ആർ എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാണ്. ഇനി നിങ്ങൾ ആറിന് 0 1 2 3 ഒക്കെ ഇട്ട് നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് ഈ രീതിയിൽ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എക്സ് റൈസ് ടു കെ ഇൻറ്റു a0 പ്ലസ് a1 എക്സ് റൈസ് ടു മൈനസ് 1 എക്സെട്ര അങ്ങനെ എഴുതാം. ഇനി നമ്മൾ ജനറൽ ആയിട്ട് ഈ സമ്മേഷൻ ഫോർമുല തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ വൈനെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് സിഗ്മ ആർ എ ആർ എക്സ് റൈസ് ടു കെ മൈനസ് ആർ. ഇതിന് ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡി വൈ ബൈ ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ കെ മൈനസ് ആർ പുറത്തോട്ട് വരും. വീണ്ടും ഒരു തവണയും കൂടെ ഈ ടേം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ കെ മൈനസ് ആറും കെ മൈനസ് ആർ മൈനസ് വണ്ണും നമുക്കിങ്ങനെ കിട്ടും. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മുമ്പോട്ട് വരും. ഈ കണ്ട കാര്യങ്ങൾ വൈ പ്രൈം വൈ ഡബിൾ പ്രൈം ഇവയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ ഇക്വേഷനിൽ എവിടെയൊക്കെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടോ അവിടെ നമ്മൾ കണ്ടുപിടിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഡി വൈ ബൈ ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് എക്സ് സ്ക്വയർ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോഎഫിഷ്യൻസ് ഉള്ള ടേമുകൾ കിട്ടും. എക്സ് റൈസ് ടു കെ മൈനസ് ആറിന്റെ പവറുകളുള്ള ടേം കിട്ടും, അതുപോലെ എക്സ് റൈസ് ടു കെ മൈനസ് ആർ മൈനസ് 2 എന്ന് പറയുന്ന പവറുകളുള്ള ടേം കിട്ടും. നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, ഇവിടെ ഒന്ന് പോസ് ചെയ്ത ശേഷം നിങ്ങൾ എക്സ് റൈസ് ടു കെ മൈനസ് ആറിന്റെ ടേമുകൾ ഒരുമിച്ച് ക്ലബ് ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ എക്സ് റൈസ് ടു കെ മൈനസ് ആർ മൈനസ് 2ന്റെ ടേമുകൾ ഒരുമിച്ച് ക്ലബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവുകയാണ്. ആറിന്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കുക. ഈ ഇക്വേഷൻ നമ്പർ 5 എന്ന് വിളിച്ചിട്ട് ആറിന്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കുക. അപ്പൊ എക്സ് റൈസ് ടു കെയുടെ കോഎഫിഷ്യൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പൊ എക്സ് റൈസ് ടു കെയുടെ കോഎഫിഷ്യന്റ് ഈ ടേമുകളിൽ എവിടെയാണോ 6 0 ഇട്ട് കൊടുക്കുമ്പോഴാണ് എക്സ് റൈസ് ടു കെയുടെ
കോഎഫിഷ്യൻസ് കിട്ടുക. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് n ഇൻറ്റു n പ്ലസ് വൺ മൈനസ് കെ ഇൻറ്റു കെ പ്ലസ് വൺ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതൊന്ന് റീഅറേഞ്ച് ചെയ്യുക ഈ കാണുന്നത് പോലെ. അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ കെയുടെ വാല്യൂ, കെയ്ക്ക് രണ്ട് വാല്യൂ പോസിബിൾ ആണെന്ന് മനസ്സിലാവും. ഒന്ന് n, അടുത്ത വാല്യൂ -n-1, അല്ലെങ്കിൽ നമുക്ക് എഴുതാം കെ ഈക്വൽ ടു -n+1 എന്ന് എഴുതാം. അപ്പൊ രണ്ട് പോസിബിലിറ്റിയാണ് കെയ്ക്ക് ഉണ്ടാകുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പിടികിട്ടുക ഇതിന് സൊല്യൂഷന് രണ്ട് പോസിബിലിറ്റിയാണ് ഉണ്ടാകുക. ഒന്ന് കെയുടെ വാല്യൂ n എടുക്കുക, അല്ലെങ്കിൽ കെയുടെ വാല്യൂ -n+1 എടുക്കുക. ഇനി നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിൽ നമ്മൾ r ഈക്വൽ ടു 0 ഇട്ട് കൊടുത്ത അതേ ഇക്വേഷൻ നിങ്ങൾ r ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കുക. അപ്പം x⁻k−1ന്റെ കോഎഫിഷ്യന്റുകളൊക്കെ നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഇക്വേറ്റ് ചെയ്ത് വരിക. അപ്പൊ ഇതുപോലൊരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് നിങ്ങളിത് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് n+k ഇൻറ്റു n-k+1 a1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്കറിയാം കെയ്ക്ക് രണ്ട് വാല്യൂ അല്ലേ പോസിബിൾ ആയിട്ടുള്ളൂ, ഒന്നെങ്കിൽ n അല്ലെങ്കിൽ -n-. ഈ രണ്ട് വാല്യൂസ് ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ a1 എന്ന് പറയുന്ന ടേം 0 ആയേ പറ്റും. അപ്പൊ അതാണ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ നമുക്ക് കിട്ടുന്നത്. a1 തീർച്ചയായിട്ടും 0 ആയേ പറ്റും. ഇനി നമ്മൾ അതേ നേരത്തെ എഴുതിയ ആ ഇക്വേഷനിൽ തന്നെ x⁻k−r−2ന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇക്വേഷൻ നമ്പർ 5 നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എടുത്തെഴുതിയിട്ടുണ്ട്. ഇതിന്റെ RHS 0 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്പർ 5ന്റെ അകത്ത് x⁻k−r−2, അത് കൃത്യമായിട്ട് ആദ്യത്തെ ടേം അവിടെ തന്നെ ഉണ്ട്, k−r−2യുടെ ടേം അവിടെ തന്നെ ഉണ്ട്. അതിന്റെ കോഎഫിഷ്യന്റുകൾ ഇക്വേറ്റ് ചെയ്യാൻ പോകണം. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന കോഎഫിഷ്യന്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. പക്ഷെ തൊട്ടടുത്ത ടേമിൽ x⁻k−r എന്ന് പറയുന്ന ടേമിൽ r കാണുന്നിടത്ത് ഈ r കാണുന്നിടത്ത് r+2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ r കാണുന്നിടത്ത് r+2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ x⁻k−r−2ന്റെ കോഎഫിഷ്യൻസ് ഇവിടെ നിന്നും കിട്ടുന്നതാണ്. അപ്പൊ ഈ ടേം മോഡിഫൈ ചെയ്താണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ നിങ്ങൾ ഒരു തവണ എഴുതി നോക്കുക. എങ്കിൽ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ar+2 എന്ന് പറയുന്നത് k−r ഇൻറ്റു k−r−1 ബൈ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, മറന്നു പോകരുത്, ബൈ n ഇൻറ്റു n+1 മൈനസ് k−r−2 ഇൻറ്റു k−r−1 AR എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഞാൻ തൽക്കാലം ഇക്വേഷൻ നമ്പർ 8 എന്ന് വിളിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ഒക്കെ എഴുതുക. ഞാൻ ഇവിടെ പവർ പോയിന്റിൽ ഇക്വേഷൻ നമ്പർ 8 എന്നാണ് വിളിക്കുന്നത്. ഇതിനെ റെക്കറൻസ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻ ആണ്. തുടർന്ന് ഉള്ള ഡെറിവേഷനിലൊക്കെ നമ്മൾ ഇത് ഒത്തിരി തവണ ഉപയോഗിക്കുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു a1 0 ആണ്. ഇപ്പം ഇക്വേഷൻ നമ്പർ 8ൽ നിന്ന് മനസ്സിലായത് എന്താണ്? ഈ AR ഡിപ്പെൻഡ് ചെയ്യുന്നത് AR+2ലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താവും? A3 എന്ന് പറയുന്ന ഡിപ്പെൻഡ് ചെയ്യുന്നത് A1ലാണ്, A5 എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് A3ലാണ്, A7 ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിലാണ്? A5ലാണ്. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് A1 0 ആണെങ്കിൽ A3, A5, A7 എല്ലാം 0 ആയിരിക്കും. അപ്പം ഓഡ് കോഎഫിഷ്യൻസ്, എയുടെ ഓഡ് കോഎഫിഷ്യൻസ് എല്ലാം 0 ആയിരിക്കും എന്ന് ഓർക്കുക. ഇനി നമ്മൾ ഈ ഡെറിവേഷൻ രണ്ട് രീതിയിലോട്ട് വഴിമാറുകയാണ്. ഒന്ന് k = n എന്ന് പറഞ്ഞ് നമ്മൾ സൊല്യൂഷൻ ആലോചിക്കും. അതിനെ കേസ് സ്റ്റഡി 1 എന്ന് വിളിക്കാം. ഇനി k =-n-1 എന്നുള്ള രീതിയിലുള്ള സൊല്യൂഷൻ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചെയ്ത് നോക്കുന്നതാണ്. അത് നമുക്ക് രണ്ടാമത് നോക്കാം. അപ്പോൾ കേസ് സ്റ്റഡി 1 എടുക്കുകയാണ്, k = n എടുക്കുകയാണ്. റെക്കറൻസ് റിലേഷനിൽ എവിടെയൊക്കെ k കണ്ടോ അവിടെയെല്ലാം n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. എന്നിട്ട് r-ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് a2 ഇൻ ടേംസ് ഓഫ് a0 കിട്ടും. അതൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക, ഒന്ന് ക്ഷമയോടെ വാല്യൂസ് ഒക്കെ ഇട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ a2-നെ a0 ടേംസിൽ കിട്ടും. കിട്ടുന്നത് a2 = -n × n-1 ബൈ 2n-1 × 2 a0 ഉണ്ട്. ഇനി a4 കണ്ടുപിടിക്കുക, അത് a2-ൽ കിട്ടും. a2 വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, a0-ൽ കിട്ടും. അപ്പോൾ a4 ഇൻ ടേംസ് ഓഫ് a0-ൽ കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് a6 വേണേൽ കണ്ടുപിടിക്കാൻ കിട്ടും. സമയമുണ്ടെങ്കിൽ a6 കൂടെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം നമ്മൾ ആ സീരീസ് സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയല്ലോ y =σr AR x⁻k−r എന്ന് എഴുതിയില്ലേ, അത് എക്സ്പാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കെയുടെ വാല്യൂ n ഇട്ട് കൊടുത്തുകൊണ്ട് ഈ പറയുന്ന a0-യും a2-യും a4-ഉം ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഈ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് PNX. y = a0 × x⁻n - n × n-1 ബൈ 2 × 2n-1 x⁻n - 2 പ്ലസ്
n into n minus 1 into n minus 2 into n minus 3 by 2 into 4 into 2n minus 1 2n minus 3 x raised to n minus 4. ഇനി ഈ എ സീറോയുടെ വാല്യൂ എന്താണ്? അത് നമ്മൾ അസ്യൂം ചെയ്യണം. 1 into 3 into 5 എക്സെട്ര 2n minus 1 by n ഫാക്ടോറിയൽ അസ്യൂം ചെയ്യുക. ഈ സൊല്യൂഷൻ എടുക്കുന്നതിന്റെ കാരണം, ഇങ്ങനെ ഈ എ സീറോയുടെ വാല്യൂ ഇങ്ങനെ എടുക്കുന്നതിന്റെ കാരണം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ജനറേറ്റിംഗ് ഫംഗ്ഷനും ഒക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ എ സീറോ ഇങ്ങനെ തന്നെ എടുക്കുന്നതിന്റെ കാരണം നമുക്ക് അവിടെ പിടികിട്ടും. അപ്പം ഇപ്പൊ തൽക്കാലം ഈ എ സീറോയുടെ വാല്യൂ മെമ്മറൈസ് ചെയ്യുകയെ തരമുള്ളൂ. അപ്പൊ അത് നോക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് പി എൻ എക്സ്. ഇനി ഇതിന്റെ nth ടേം എഴുതാനായിട്ട് ഒരു ശ്രമം നടത്തുക. nth ടേം എഴുതി കഴിഞ്ഞാൽ ഈ ഫോർമാലിറ്റി കിട്ടും. അതിന് ഞാൻ ഒത്തിരി സ്ട്രെയിൻ എടുക്കാൻ പറയുന്നില്ല, കാരണം ഇവിടം വരെ എഴുതി ഇതിന് പി എൻ എക്സ് എന്ന് വിളിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും nth ടേം എന്താണെന്ന് ആലോചിക്കാൻ പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേമിന്റെ പാറ്റേൺ മനസ്സിലാക്കി വേണമെങ്കിൽ nth ടേമും നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി നമ്മൾ കേസ് സ്റ്റഡി 2 പോവുകയാണ്. കെയുടെ വാല്യൂ -n+1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കറൻസ് റിലേഷൻ എടുത്തുകൊണ്ട് എവിടെയൊക്കെ കെ കണ്ടോ അവിടെയെല്ലാം -n-1 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വന്നാൽ നമുക്ക് AR+2 = n+r+1 into n+r+2 by r+2 into 2n plus r+3 AR എന്ന് വരും. ഇനിയിപ്പോൾ അതേപോലെ ആറിന്റെ വാല്യൂ 0, 2, 4 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് A2 ഇൻ ടേംസ് ഓഫ് A0 കണ്ടുപിടിക്കാം, A4 ഇൻ ടേംസ് ഓഫ് A2, പിന്നെ A2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് A0 ടേംസിലാക്കിയാൽ നമുക്ക് A4 എന്ന് പറയുന്നത് n+1 into n+2 into n+3 into n+4 by 2 into 4 into 2n+3 into 2n+5 അങ്ങനെയൊക്കെ എഴുതാം. ഇനി ഒന്ന് നിങ്ങൾ സമയം കണ്ടെത്തി A6ഉം കൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ ടേംസ് ഒക്കെ നിങ്ങളായിട്ട് ഒരു പേപ്പറിൽ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ അതുപോലെ A1 നമ്മൾ 0 ആണെന്ന് ആർഗ്യൂ ചെയ്തത് വളരെ നല്ല കാര്യമായി. അപ്പം A3യും A5ഉം എക്സെട്ര എല്ലാം 0 ആയിട്ട് ഉത്തരം വരും. ഇനി ഇതെല്ലാം ചേർത്ത് y = സിഗ്മ r AR x raised to k minus r എന്ന പോലെ കെയുടെ വാല്യൂ -n+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ A0യും A2യും A4 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. ഇതിനെ നമ്മൾ QNX എന്ന് വിളിക്കും. ഇതിനെ ലെജൻഡർ പോളിനോമിയൽ അല്ലെങ്കിൽ ലെജൻഡർ ഫംഗ്ഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്നാണ് വിളിക്കുക. ഇനി ഇതിന്റെ മുമ്പിലുള്ള A0 നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ എടുക്കണം. A0യുടെ വാല്യൂ n ഫാക്ടോറിയൽ ബൈ 1 into 3 into 5 into എക്സെട്ര 2n+1 എന്ന് തന്നെ എടുക്കുക. അപ്പൊ നേരത്തെയുള്ള A0യിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ സെക്കൻഡ് കൈൻഡ് എഴുതുമ്പോൾ A0യുടെ വാല്യൂ എടുക്കുന്നത് n ഫാക്ടോറിയൽ ബൈ 1 into 3 into 5 എക്സെട്ര 2n+1 എന്നാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ജനറൽ ടേമും എഴുതി നമുക്ക് നിർത്താം, പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമുക്കിപ്പം നേരിട്ട് സൊല്യൂഷൻ പറയാം. അപ്പം നമുക്ക് കെയുടെ വാല്യൂ n ആകാം, -n-1 ആകാം. ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് രണ്ട് സൊല്യൂഷൻ നമുക്ക് കിട്ടി, PNഉം QNXഉം കിട്ടി. അങ്ങനെ ജനറൽ സൊല്യൂഷൻ y = a into PNX plus b into QNX എന്ന് എഴുതി നമ്മൾ ഈ എസ്സേ കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഇവിടം വരെയാണ് നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ്റെ ചോദ്യമായിട്ടുള്ളത്. അപ്പം നിങ്ങളത് പഠിക്കുമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുക, അതിൻ്റെ സൊല്യൂഷൻ കാണുക. താങ്ക് യു ഓൾ ഫോർ പേഷ്യൻ്റ് ലിസണിങ്. കൂടുതൽ പ്രോപ്പർട്ടി ആയിട്ട് അടുത്ത ക്ലാസ് ഉടനെ ഉണ്ടാകുന്നതാണ്. താങ്ക് യു ഓൾ.